السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. നിസ്കാരത്തിൻ്റെ വാർഷിക മാസമാണല്ലോ റജബ്. അതുകൊണ്ടാണ് ശരീരം കൊണ്ട് ചെയ്യാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായ അമലാകുന്ന നിസ്കാരത്തെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിച്ചത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ഉമ്മത്തിന് നിസ്കാരം ലഭ്യമാകുന്നത് സാധാരണ എല്ലാ ഉമ്മത്തിനും എല്ലാ സമൂഹങ്ങൾക്കും മറ്റ് ഇബാദത്തുകളും കൽപ്പനകളും ലഭിക്കുന്നത് പോലെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അവിടുത്തെ ജീവിതത്തിലെ അതിപ്രധാനമായ മുഅ്ജിസത്തുകളിൽപ്പെട്ട ഇസ്റാ മിഅ്റാജ് അള്ളാഹു സംഘടിപ്പിക്കുന്നു, അള്ളാഹു സംവിധാനിക്കുന്നു. അത് ആശ്വസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസമായിരുന്ന അബൂ ത്വാലിബിൻ്റെ മരണം നബി തങ്ങളെ ജീവിതം കൊണ്ട്, സമ്പത്ത് കൊണ്ട്, സ്നേഹം കൊണ്ട്, സൗഹാർദ്ദം കൊണ്ട് എല്ലാ അർത്ഥത്തിലും ഏറെ സഹായിച്ച മഹദിയാം ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ വഫാത്ത്, ഇത് രണ്ടും സംഭവിച്ച് ഹബീബായ നബി തങ്ങൾ ആമുൽ ഹുസൻ, ടെൻഷൻ്റെ വർഷം, നിരാശയുടെ വിഷമത്തിൻ്റെ വർഷം എന്ന് നബി തങ്ങൾ പേരിട്ട, അല്ലാതെ അവിടുന്ന് സങ്കടപ്പെട്ട, ഇനി എന്ത് എന്നതിനെക്കുറിച്ച് ആലോചിച്ച ആ ഒരു വർഷത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പടച്ച റബ്ബ് ഇസ്റാ നടത്തിക്കുന്നു, മിഅ്റാജ് നടത്തിക്കുന്നു. എന്തിനാണിത്? പ്രയാസമുള്ള ആ ഒരു സന്ദർഭത്തിൽ അവിടുത്തെ ശരിയാമണ്ണം ആശ്വസിപ്പിക്കാൻ തന്നെ. താനൊരിക്കലും തോറ്റുപോകില്ലെന്നും പടച്ച റബ്ബാണ് തന്നെ ഈ പ്രവാചകത്വവുമായി നിയോഗിച്ചതെന്നും അള്ളാഹുവിൻ്റെ മലക്കൂത്തിയായ ലോകവും കടന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് പോലും എത്തിപ്പെടാനാകാത്ത ആ പ്രത്യേകമായ സംവിധാനങ്ങളിലേക്കും സവിധങ്ങളിലേക്കുമൊക്കെ ഹബീബായ നബി തങ്ങളെ കൊണ്ടുപോകുന്നു. എല്ലാ അത്ഭുതങ്ങളും കാണുന്നു. സ്വർഗത്തെയും നരകത്തെയും കുറിച്ച് നേരിട്ട് ബോധ്യപ്പെടുന്നു. സുമറഅഹു നസ്ലത്തൻ ഉഖറ ഇൻദ സിദ്റത്തുൽ മുൻതഹ വ ഇൻദഹ ജന്നത്തുൽ മഅവ. സൂറത്തുൻ നജ്മിൻ്റെ ആമുഖത്തിൽ തന്നെ പറയുന്നത് അങ്ങനെയാണ്. പിന്നെയും കണ്ട് റസൂൽ സിദ്റത്തുൽ മുൻതഹയുടെ അടുത്ത് വെച്ച്, അതിനപ്പുറത്താണ് ജന്ന, സ്വർഗം ഉള്ളത്. അപ്പോൾ ഇതെല്ലാം കണ്ട് ലഭ്യമാകാനുള്ള അനുഗ്രഹങ്ങൾ, അവിടുത്തെ പല ഉമ്മത്തിങ്ങളിൽപ്പെട്ട പലർക്കും ലഭിച്ച വലിയ വലിയ നേട്ടങ്ങൾ, ഇതൊക്കെ കണ്ട് ഒരിക്കലും തോൽക്കൂല എന്ന്, ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലെന്ന്, ഈ പ്രപഞ്ചത്തെ നേരാവണ്ണം ആവാഹിച്ചു വന്ന് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്നവനാണ് തന്നെ ദൗത്യം ഏൽപ്പിച്ചത് എന്ന ധൈര്യവും സന്തോഷവും നേടി വരുമ്പോൾ ഹബീബായ നബി തങ്ങൾക്ക് യാത്രയ്ക്ക് ചെന്നയാൾക്ക് ഒരു ഉപഹാരം കൊടുക്കണ്ടേ എന്ന രീതിയിൽ പടച്ച റബ്ബ് നൽകിയതാണ് 50 വഖത്ത് നിസ്കാരം. പിന്നീട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകുന്ന മരണപ്പെട്ട നബിയുടെ ഇടപെടൽ മുഖേന, സഹായം മുഖേന, മരണപ്പെട്ട നബിയാണ് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം, അവിടുത്തെ സഹായം മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 9 പ്രാവശ്യം തിരിച്ചു ചെന്ന് 5 വീതം ചുരുക്കി 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 ഈ ഉമ്മത്തിന് സഹായകമാവും വിധം 50-നെ 5ആക്കി പുനഃസ്ഥാപിക്കുകയും ഈ 50 വക്തിൻ്റെ പ്രതിഫലം ഈ 5-ൽ തന്നെ നൽകുമെന്ന് പടച്ച റബ്ബ് വാഗ്ദാനം ചെയ്യുകയും, അങ്ങനെ വളരെ വ്യത്യസ്തമായ രീതിയിൽ ലഭ്യമായൊരു ആരാധനയാണ് പരിശുദ്ധമായ നിസ്കാരം. ഇത് ഭാവങ്ങളിലും രൂപങ്ങളിലൊക്കെ വ്യത്യാസമുണ്ടെങ്കിലും പല പ്രവാചകന്മാർക്കും, അല്ലെങ്കിൽ എല്ലാ പ്രവാചകന്മാർക്കും ഈ നിസ്കാരം ഉണ്ടായിരുന്നു. അവരുടെ ഉമ്മത്തിനും അതുണ്ടായിരുന്നു. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്യുന്നത് റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയ്യത്തി റബ്ബനാ വതഖബ്ബൽ ദുആ. സൂറത്ത് ഇബ്രാഹിമിൻ്റെ 40-ാമത്തെ വാക്യത്തിൽ അല്ലാഹുവേ, നീ എന്നെ നിസ്കാരം നിലനിർത്തുന്നവരുടെ ഗണത്തിൽ ഉൾക്കൊള്ളിക്കണമേ എന്ന് ഇബ്രാഹിം നബി ഇറക്കുന്നുണ്ട്. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്തി വകാന ഇൻദ റബ്ബിഹി മർദിയ്യ. സൂറത്ത് മറിയമിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രിയപുത്രൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരിചയപ്പെടുത്തുന്നിടത്ത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം പറയുന്നത് തൻ്റെ ജനതയോട് മഹാനായ ഇസ്മായിൽ അലൈഹി സ്വലാം നിസ്കാരം കൽപ്പിക്കുമായിരുന്നു എന്നാണ്. സൂറത്ത് മറിയം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, മറിയം ബീവിയുടെ കഥ തുടങ്ങിയിട്ട്
സക്കരിയ നബി അലൈഹി സ്വലാം, യഹ്യാ നബി അലൈഹി സ്വലാം, ഈസാ നബി അലൈഹി സ്വലാം, ഇബ്രാഹിം നബി, ഇസ്മായിൽ അലൈഹി സ്വലാം, ഇങ്ങനെ പൂർവികരാവുന്ന പ്രവാചകന്മാരിൽ പലരെയും വളരെ ഹ്രസ്വമായി പരാമർശിച്ച് അവരുടെ ജീവിതം, ദൗത്യം, ധർമ്മം, അതിൽ നിന്ന് നമ്മൾ പാലിക്കേണ്ടതായ ഗുണങ്ങൾ, നല്ല രീതികൾ, ഉൾക്കൊള്ളേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ധാർമ്മിക കാര്യങ്ങൾ, ഇതെല്ലാം വിശദീകരിക്കുകയാണ്. എന്നിട്ട് 59-60 വാക്യത്തിലെത്തുമ്പോൾ ഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അളാഉ സ്വലാത്ത് വത്തബഉ ശഹവാത്ത് വകാന യൽഖൂന ഗയ്യ. ഉണ്ടോ? ഈ പ്രവാചകന്മാരുടെ മൊത്തം സംഗതികൾ പറഞ്ഞിട്ട് അവരിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ വിശദീകരിച്ചിട്ട്, പ്രവാചകന്മാർ മാത്രമല്ല, മറിയം ബീവിയെ പോലെയുള്ള മഹദിയ മറിയം ബീവിയെ പോലെയുള്ള ഈ വിശുദ്ധമായ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, മറിയം ബീവി റളിയല്ലാഹു അൻഹയെ ഏറ്റവും വിശുദ്ധമായി അവതരിപ്പിച്ചത് പരിശുദ്ധ ഖുർആനാണെന്ന് KP അപ്പം പോലും വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാവുന്ന ബൈബിളല്ല എന്ന്. മറിയം ബീവിയെ നേരാവണ്ണം പഠിക്കണമെങ്കിൽ ഖുർആൻ ആശ്രയിക്കണമെന്ന് അദ്ദേഹം വിശുദ്ധയാം മറിയം എന്ന് പറയുന്ന പുസ്തകത്തിൽ വിസ്തരിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. പേജുകൾ അദ്ദേഹം അതിന് ചെലവഴിക്കുന്നുണ്ട്. അപ്പോൾ മറിയം ബീവിയെ കൃത്യമായി അവതരിപ്പിച്ച് അവിടുത്തെ കുറേ ഗുണങ്ങളും അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠങ്ങളും, തഖ്വയെ പോലെയുള്ള അള്ളാഹുവിലുള്ള അചഞ്ചലമായ തവക്കുലിനെ പോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ പ്രവാചകന്മാർ പഠിപ്പിച്ച എല്ലാ ദൗത്യങ്ങളും പൂർണ്ണമായി അവരൊക്കെ നടപ്പിലാക്കിയതിന് ശേഷം വഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, ഇവരുടെയൊക്കെ പുറകെ കുറേ ആളുകൾ വന്നു. വൃത്തികെട്ടവന്മാർ, പ്രവാചകന്മാരുടെ ദർശനം സ്വീകരിക്കാത്തവർ വന്നു. എന്നിട്ട് അവരുടെ പ്രത്യേകത പറയുന്ന എന്താണ്? അളാഉ സ്വലാത്ത്, അവർ നിസ്കാരം ഉപേക്ഷിക്കുമായിരുന്നു എന്നാണ്. അപ്പം എല്ലാവർക്കും നിസ്കാരം ഉണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സൂറത്ത് മറിയമിൽ നിന്ന് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ 55 വാക്യത്തിൽ നിന്ന് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിസ്കാരം കൽപ്പിച്ചിരുന്നു എന്ന് പറയുന്ന ഭാഗം മാത്രമല്ല, സൂറത്ത് മറിയം മുഴുവനും ഇതിന് നമുക്കൊരു പാഠമാണ്. കാരണം ഈ പ്രവാചകന്മാരുടെ ദൗത്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞ ആളുകളെ കുറിച്ച് പറയുന്ന 59-60 വാക്യങ്ങളിൽ ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അളാഉ സ്വലാത്ത വത്തബഉ ശഹവാത്ത വകാന യൽഖൂന ഗയ്യ. ശേഷം കുറേ മനുഷ്യന്മാർ വന്നു, അവർ നിസ്കാരം പാഴാക്കി, അവർ അവരുടെ അഭീഷ്ടത്തിനനുസരിച്ച് സഞ്ചരിച്ചു. വത്തബഉ ശഹവാത്ത്, അവരുടെ മോഹങ്ങൾക്ക് പ്രാധാന്യം നൽകി അവർ സഞ്ചരിച്ചു. വകാന യൽഖൂന ഗയ്യ, വളരെ മാരകമായ ശിക്ഷ ഇതുകൊണ്ട് തന്നെ അവർ നേരിടേണ്ടി വരും എന്ന് ഖുർആൻ പറയുന്നത്. അപ്പം മുമ്പുള്ള കുറേ പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞ് അവരുടെ നിസ്കാരത്തെക്കുറിച്ച് പറയുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഖിമിസ് സ്വലാത്ത ലിദിക്രി. മൂസാ നബിയോട് അള്ളാഹു പറയുന്നത്, ഞാനാണ് ഏകനായ ആരാധ്യൻ, അതുകൊണ്ട് എന്നെ നീ ആരാധിക്കണം. നിസ്കാരം നിലനിർത്തുക. ഫഅഖിമിസ് സ്വലാത്ത ലിദിക്രി, എൻ്റെ സ്മരണ നിത്യമാവാൻ വേണ്ടി നീ നിസ്കാരം നിലനിർത്തുക. നിസ്കാരം എന്തിനാണ് പല വക്തുകളിലായി സംവിധാനിച്ചത് എന്ന ചർച്ച നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. രാവിലെ സുബൈക്ക് പള്ളിയിൽ 5 വക്തും കൂടെ നിസ്കരിച്ച് തീർക്കുകയാണെങ്കിൽ നമുക്ക് സൗകര്യം കൂടുതലാണ്. ഇടക്കിടക്ക് ഇതിന് മെനക്കെടണ്ട, യാത്ര ചെയ്യാം, അതിനിടക്ക് ഇതിനു വേണ്ടി ഇറങ്ങേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ നിസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ഈ സൂക്തത്തിൽ പറയുന്ന സൂറത്തു താഹയുടെ 14-ാമത്തെ ആയത്തിൽ പറയുന്ന അള്ളാഹുവിൻ്റെ സ്മരണ നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പം അള്ളാഹുവിൻ്റെ സ്മരണയിലൂടെ വിശ്വാസി ഇങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായും അവൻ വിശുദ്ധനാവും, അവൻ ധർമ്മനിഷ്ഠനാവും, അവനിൽ നിന്ന് ഒരഭാഗവും സംഭവിക്കൂല. അവൻ മനുഷ്യരോടൊപ്പം ചേർന്ന് നിൽക്കും, ആരെയും അവൻ ഉപദ്രവിക്കൂല. എന്തുകൊണ്ട്? റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മ ഘട്ടമായി മനസ്സിൽ നിസ്കാരം നിലനിർത്തിപ്പോരുന്നു, ഉറപ്പിച്ചു നിർത്തുന്നു. നമ്മൾ സുബൈയിൽ വരുന്നു, നിസ്കരിക്കുന്നു, റബ്ബിനെ കുറിച്ചുള്ള വിചാരങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നു, നമ്മുടെ ഹൃദയം തരളിതമാകുന്നു, പലപ്പോഴും നമ്മുടെ കണ്ണൊഴുകുന്നു, റബ്ബിലേക്ക് അടുത്തടുത്തടുത്ത് റബ്ബുമായുള്ള നമ്മുടെ അകലം പറ്റേ കുറഞ്ഞു വരുന്നു. സ്വാഭാവികമായ നിസ്കാരം കഴിയും, പള്ളിയിൽ നിന്ന് പോകും, പിന്നെ നമ്മുടെ ജീവിത വ്യവഹാരങ്ങളിലേക്ക്, കൃഷിയിലേക്ക്, ബിസിനസ്സിലേക്ക്, അധ്യാപനത്തിലേക്ക് നമ്മൾ നീങ്ങും. അപ്പോൾ ഇത്തിരി ഈമാനിൻ്റെ ചൈതന്യം കുറഞ്ഞു വരും. അപ്പോഴേക്ക് അടുത്ത നിസ്കാരത്തിൻ്റെ സമയം വരും. അതിൽ നിന്ന് പിന്നെയും നമ്മൾ റീഫ്രഷ് ആകും. സ്വാഭാവികം, പിന്നെയും നമുക്ക് ദുന്യാവിലേക്ക് ഇറങ്ങേണ്ടി വരും. ഖുർആൻ തന്നെ പറയണതാണല്ലോ, നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിത വ്യവഹാരങ്ങളിലേക്ക് ഇറങ്ങുക എന്ന് ഖുർആൻ തന്നെ പറഞ്ഞതാണ്. ഫൈദാ ഫറഗ്ത, അല്ലേ, ഫൻസുബ്.
പിന്നെ അപ്പോഴേക്ക് മഗ്രിബ് വരും, അപ്പോഴേക്ക് ഇശാ വരും. അതിൻ്റെ ഇടക്കൊക്കെ സുന്നത്തുകൾ ഇടക്കിടക്കൊക്കെ ഐച്ഛികമായ നിസ്കാരങ്ങൾ വരും. ആ സമയത്തൊക്കെ റബ്ബിനെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരും. നമ്മുടെ ഭൗതികമായ കാര്യങ്ങളിലൂടെ പോകുമ്പോൾ സ്വാഭാവികമായും അത് ലോലാവുന്നുള്ളതിൽ തർക്കമില്ല. അത്തരം സന്ദർഭങ്ങളിൽ രാവിലെ തന്നെ ഫുള്ള് നിസ്കരിച്ചെടുത്ത് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നിത്യമായ സ്മരണക്കത് പറ്റാതെ വരും. ത്വഹാ സൂറത്തിന്റെ 14-ാമത്തെ ആയത്തിൽ മൂസാ നബിയോട് പറയുന്നത് അഖിമിസ്വല, താങ്കൾ നിസ്കാരം നിർവഹിക്കുക, നിലനിർത്തുക. എന്തിന്? ലിദിക്രി, എൻ്റെ സ്മരണയ്ക്ക് വേണ്ടി എന്നാണ്. മൂസാ നബിയുടെ ഉമ്മത്തിങ്ങൾക്കും നിസ്കാരം ഉണ്ടായിരുന്നു എന്നർത്ഥം. മഹദിയ മറിയം അല്ലേ നിസ്കരിക്കാൻ അവരോട് പറയുന്നത് സൂറത്ത് ആലിമ്രാന്റെ 42-43 വാക്യങ്ങളിൽ കാണാം. വൈകാലത്തുൽ മലായികത്തു യാ മറിയം ഇന്നല്ലാഹ അസ്തഫാക്കി വതഖറക്കി വസ്തഫാക്കി അലാ നിസാഇൽ ആലമീൻ യാ മറിയം ഖുനുതി ലിറബ്ബിക്കി വസ്ജുദി വർകഇ മഅർ റാക്കിഈൻ. സുജൂദ് ചെയ്യുക, റുക്വ ചെയ്യുക, പ്രാർത്ഥിക്കുന്ന നിസ്കരിക്കുന്ന ആളുകളോടൊപ്പം മഹദി അങ്ങനെ തന്നെ ചെയ്യണമെന്ന് പറയുന്നു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും പറയുന്നത് വജഅൽനി മുബാറക്കൻ ഐനമാ കുൻതു വഉസ്വാനി, എൻ്റെ റബ്ബനോട് ഉപദേശിച്ചു ബിസ്വലാത്തി, നിസ്കാരം കൊണ്ട്, വസ്സക്കാത്തി, സക്കാത്ത് കൊടുക്കണമെന്ന്, മാതും തുഹയ്യ, ജീവിച്ചിരിക്കുന്ന കാലം. നിസ്കാരത്തിന്റെ വലിയൊരു പ്രത്യേകതയാണത്. ഒരൊറ്റ സന്ദർഭത്തിലും അത് ഒഴിവില്ല എന്നത്. യാത്രയിലും യാത്രയല്ലാത്തപ്പോഴും, രോഗാവസ്ഥയിലും ആരോഗ്യ സന്ദർഭത്തിലും, പിന്നെ എന്തൊക്കെ അവസ്ഥ ഉണ്ട് ഒരു മനുഷ്യനെ ബന്ധപ്പെട്ട്. നല്ല നിർഭയത്വമുള്ളപ്പോഴും അതോടൊപ്പം നല്ല ഭീതിയുള്ളപ്പോഴും. നിസ്കാരത്തിൻ്റെ പ്രത്യേകതയാണത്. ചെറിയൊരു തലവേദനയും പനി വരുമ്പോഴേക്കും ഒഴിവാക്കുന്ന രീതി ചെറുപ്പക്കാരിലൊക്കെ കാണും ചിലപ്പോൾ. നല്ല രോഗാവസ്ഥയിലും നല്ല ആരോഗ്യമുള്ള അവസ്ഥയിലും നിസ്കാരം മുടങ്ങണില്ല. നോമ്പ് യാത്രക്ക് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. യാത്രയിൽ, ഔദ്യോഗികമായ യാത്രയിൽ, മതം അനുവദിച്ച പരിധി എത്തുന്ന യാത്രയിൽ നോമ്പ് നിർവഹിക്കാതെ വേണേൽ നമുക്ക് ഒഴിവാക്കാം. അങ്ങനെ ഓരോന്നിനും അതിൻ്റെതായ ഇളവുകളുണ്ട്. ഇപ്പൊ ഹജ്ജ് സാമ്പത്തികമായി ഭദ്രതയുള്ള ആൾ മാത്രം ചെയ്താൽ മതി, ആരോഗ്യമുള്ളവൻ മാത്രം പോയാൽ മതി, അവൻ്റെ യാത്രാ സംബന്ധിയായി സുരക്ഷിതത്വം ബോധ്യപ്പെടുന്നോ മാത്രം ചെയ്താൽ മതി. നിസ്കാരം ആരോഗ്യമുള്ളോ മാത്രം ചെയ്താൽ മതിയോ? അല്ല, ഏത് രോഗാവസ്ഥയിലും നിസ്കാരം നിർബന്ധമാണ്. മനുഷ്യൻ്റെ ഓർമ്മ എന്ന് നിലയ്ക്കുന്നോ അതുവരെയും നിസ്കാരം നിർബന്ധമാണ്. നിൽക്കാൻ പറ്റില്ലെങ്കിൽ ഇരിക്കണം, ഇരിക്കാൻ പറ്റില്ലെങ്കിൽ കിടക്കണം, ചെരിഞ്ഞു കിടക്കണം, അതിന് പറ്റൂല്ലെങ്കിൽ മലർന്ന് കിടക്കണം. അങ്ങനെയൊന്നും നിസ്കാരം സാധ്യമല്ലേ? ഒരിത്തിരി ഓർമ്മ ശേഷിക്കുന്നുണ്ടോ നിസ്കാരം നിർവഹിക്കുക തന്നെ ചെയ്യണം. അപ്പൊ കണ്ണുകൊണ്ട് നിസ്കരിക്കുന്ന രീതിയുണ്ട്, അതും കഴിഞ്ഞിട്ട് നമ്മുടെ ഖൽബ് കൊണ്ട് നിസ്കരിക്കുന്ന രീതിയുണ്ട്. ഇത് നമ്മൾ ഓർമ്മപ്പെടുത്തും വേണം. കാരണം നിസ്കാരത്തിന്റെ പ്രത്യേകതകളിലേക്ക് നമുക്ക് വരാം ഇൻഷാ അല്ലാഹ്. ഒരു രോഗിയായ ആളാണ്, പനിയാണ്, പുതപ്പിട്ട് മൂടി കിടക്കുകയാണ്, പനിയല്ല എന്നും പറഞ്ഞിട്ട് നമ്മൾ ഒഴിവാക്കാൻ പറ്റുമോ? നിസ്കാരം ഇല്ല. സമയത്തിന് മൂപ്പൊരാളെ വിളിക്കണം നമ്മൾ, എന്നിട്ട് നിസ്കരിക്കാൻ പറയണം. കാരണം ഈ പരിച്ചു കിടക്കുന്ന ആൾക്ക് ചിലപ്പോൾ സ്ഥലകാല ബോധങ്ങളൊന്നും ഉണ്ടാവില്ല, സമയത്രയായി എന്നുള്ളതും അറിയണ്ടാവില്ല. അപ്പോൾ മൂപ്പൊരാൾ അങ്ങനെ ഉറങ്ങിപ്പോകും. ആ സമയത്ത് നമ്മൾ ഈ പനിയല്ലേ രോഗമല്ലേ എന്നും കരുതിയിട്ട് ആ വിഷയത്തിൽ ഒരു അലസത കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനെയും അത് ബാധിക്കും, നമ്മളെയും അത് ബാധിക്കും. സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു കുത്തേറ്റ് വളരെ വിഷമിച്ച് കിടക്കുന്ന സന്ദർഭത്തിൽ സഹബിവര്യന്മാർ കൂടി നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ഒരു പ്രമുഖനായ സഹാബിവര്യൻ കയറി വരുന്നു. അദ്ദേഹം ചോദിക്കുന്നത്, നിങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നിസ്കാരത്തെക്കുറിച്ച് സൂചിപ്പിച്ചോ എന്നാണ്. മഹാനുഭാവൻ അർദ്ധബോധാവസ്ഥയിലാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ ബോധം ഇങ്ങനെ വരുന്നുള്ളൂ ഇടക്കിടക്ക്, എന്നാൽ അടുത്ത് ബോധം വരുന്ന സമയത്ത് നമ്മളത് സൂചിപ്പിക്കണം എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഒരു ഇത്തിരി ഇങ്ങനെ കണ്ണു തുറന്ന സമയത്ത് അവർ നിസ്കാരത്തിന് സമയമായി എന്ന് പറയുന്നു. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് നിസ്കരിക്കുന്നു. ആ ചരിത്രത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, മഹാനുഭാവൻ്റെ വയറിൽ നിന്ന് ആ സമയത്ത് രക്തം ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുടൽമാല പുറത്താണ്. അപ്പോൾ വിഷമൂട്ടിയ കഠാര കൊണ്ടുവന്ന് സുബഹി നിസ്കരിക്കുന്ന സമയത്താണ് സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടിവയറ് കുത്തിക്കേറുന്നത്. നേരിട്ട് മഹാനുഭാവനൊന്നും ചെയ്യാൻ പറ്റൂല എന്നത് അവരുടെ മുമ്പിലുള്ള അനുഭവമാണ്. അതുകൊണ്ട് തന്നെ ഒളിഞ്ഞിരുന്നു മിഹ്റാബിന്റെ ഉള്ളിൽ. നിസ്കാരത്തിലേക്ക് മഹാനുഭാവൻ കയറി അല്ലേ.
മുസവ്വർ ബിൻ മഖ്റമ റളിയല്ലാഹു അൻഹു വരികയാണ് ആ സന്ദർഭത്തിൽ. മഹാനുഭാവ നിസ്കാരത്തിലേക്ക് നിന്നു. പിന്നെ എല്ലാം മറന്ന് റബ്ബിൽ വിലയം പ്രാപിക്കുന്ന ആ പ്രത്യേകമായ സന്ദർഭത്തിൽ സുഖാണ്. അയാൾ വല്ല പുറത്തിറങ്ങിയിട്ട് അടിവയറ് കുത്തി മൊത്തം കീറിക്കളഞ്ഞു. അതും നല്ല വിഷം മൂട്ടിയ കടാര കൊണ്ട്. സയ്യിദുനാ ഉമർ ഫാറൂഖ് തങ്ങളുടെ കുടലൊക്കെ പുറത്ത് ചാടി. അങ്ങനെ കിടക്കുന്ന സന്ദർഭത്തിലാണ് അന്ന് അപ്പോഴേ മരണപ്പെട്ടിട്ടില്ല മഹാനുഭാവൻ ഈ അബ്ദുല്ലാഹിബിൻ മഖ്റമ, ഈ മുസവ്വർ ബിൻ മഖ്റമ റളിയല്ലാഹു അൻഹു വരുന്നത്. മഹാനുഭാവൻ ചോദിച്ചു, ആ കൈഫ തറൗന, എന്താ ഇപ്പം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അവസ്ഥ എന്ന് ചോദിച്ചു അവിടെയുള്ള ആളുകളോട്. കാലു മാ തറ, കാണുന്നില്ലേ ഇതന്നെയെന്ന് പറഞ്ഞു അവർ. കുൽത്തു, മഹാനുഭാവൻ പറയാണ്, നിങ്ങൾ അദ്ദേഹത്തോട് നിസ്കാരത്തെ ഓർമ്മപ്പെടുത്തിയോ? അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഫഇന്നക്കും ലൻ തൂഖിദൂഹു ബിശൈഇൻ അഫ്സഅ ലഹു മിനസ്സലാത്തി, അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്താൻ നിസ്കാരത്തേക്കാൾ ഭീതിതമായ മറ്റൊരു കാര്യമല്ലല്ലോ. അതുകൊണ്ട് നിസ്കാരം ഓർമ്മപ്പെടുത്തണം. ഒരാള് അർദ്ധബോധത്തിലാണ്, നിസ്കാരത്തിന്റെ സമയം അറിയില്ല. അതുകൊണ്ട് നിസ്കാരത്തിന്റെ സമയം ബോധ്യപ്പെടുത്തണം. ഫഖാലു അസ്സലാ യാ അമീറൽ മുഅ്മിനീൻ, അവർ പറഞ്ഞു, അമീറുൽ മുഅ്മിനീനെ, ഇതേ നിസ്കാരത്തിന്റെ സമയമായിരിക്കണമെന്ന് പറഞ്ഞു. ഫഖാല ഹാ അല്ലാഹ് ഇദൻ, പടച്ചോനെ ഇന്നപ്പം നിസ്കരിക്കുക. അങ്ങനെയാണ് ഇപ്പം അതിന് നല്ല മലയാളം പറയാം. ഹാ അല്ലാഹ് ഇദൻ, അല്ലാഹ് നിസ്കരിക്കുക. വലാ ഹഖ്ക ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാഹ്, മഹാനുഭാവൻ അവിടെ വെച്ച് സമൂഹത്തെ ഉപദേശിക്കുന്നുണ്ട്, നിസ്കാരം മുടക്കണമെന്ന് ഇസ്ലാമിൽ ഒരവകാശമല്ല കേട്ടോ. എന്നിട്ട് അദ്ദേഹം നിസ്കരിച്ചു. അതിൻ്റെ ബാക്കിയിൽ പറയണതാണ് ഏറ്റവും പ്രധാനം. ഫഇന്ന ജുർഹു ലയസ്അബ്, മഹാനുഭാവന്റെ മുറിവിൽ നിന്ന് രക്തം ഒഴുകിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ രോഗാവസ്ഥ, ഒരു ചെറിയ പനി, തലവേദന, കാലിനിത്തിരി ചെറിയൊരു മുറിവ് വന്നു. ഇതിലൊന്നും നിസ്കാരം മുടങ്ങൂല, യാത്ര മുടക്കൂല. മുമ്പങ്ങാണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിമാനത്തിലൊക്കെ കയറി ഫുഡും കഴിച്ചിട്ട് ഒരൊറ്റ ഉറക്കുറങ്ങിയാൽ രാവിലെ 1000 എയർ ഇന്ത്യ കരിപ്പൂരിലെത്തും, ഒക്കെ റെഡി ആയെന്നാണ് വിചാരം. സുബഹി പോയിട്ടുണ്ടാവും. ഒരിക്കലും പാടില്ല. പരമാവധി പറ്റുമെങ്കിൽ നിസ്കാരത്തെ ജംആക്കിയെങ്കിലും നിർവഹിക്കാൻ പറ്റും വിധത്തിലേക്ക് നമ്മുടെ യാത്ര ഷെഡ്യൂൾ ചെയ്യണം. സുബ്ഹീനെ എങ്ങനെയും ഒരു ഒപ്പിച്ചുള്ള നിസ്കാരം നടത്തുക എന്നുള്ളത് പോലും നമ്മൾ പിന്നീട് ആലോചിക്കേണ്ടതാണ്. യാത്രയെ നിസ്കാരം മുടക്കാത്ത വിധം നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയാവണം നമ്മുടെ യാത്ര. ഇനി അത് പറ്റൂല, നിർബന്ധമായി അപ്പം തന്നെ എത്തേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഒളു എടുത്തിട്ട് നിസ്കാരത്തിൽ അതിൻ്റെതായ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മളത് നിർവഹിക്കണം. എന്നിട്ടോ ആ വക്ത് ആ നിസ്കാരം പിന്നീട് ഖളാ കിട്ടാൻ വേണം. ഖളാ കിട്ടണമെങ്കിൽ പിന്നെ എന്തിനാ നിസ്കരിക്കണമെന്നാണ് ചോദ്യം. അദാഇനെ മാനിച്ച്, ആ വഖത്തിനെ മാനിച്ച് അത് ചെയ്തിരിക്കുക തന്നെ വേണം. എന്നിട്ട് ഉറങ്ങിയാൽ മതി വിമാനത്തിൽ. അതൊന്നും അല്ലെങ്കിൽ ഇവിടെ വന്നതിൻ്റെ ശേഷം ഇൻഷാ അല്ലാഹ് അന്ന് രാത്രി വരെ ഒന്ന് ഉഷാറിൽ കിടന്നുറങ്ങാം. അപ്പം അതാണ് പറഞ്ഞത്, യാത്രയിലാവട്ടെ അല്ലാതിരിക്കട്ടെ, രോഗാവട്ടെ അല്ലാതിരിക്കട്ടെ, പിന്നെ നമുക്ക് നല്ല സന്ദർഭവും സൗകര്യമൊക്കെ ഒത്തുവന്നും ഇല്ലാതിരിക്കട്ടെ, ഏതിടത്ത് വെച്ചാണെങ്കിലും നിസ്കാരം നിർവഹിച്ചിരിക്കണം. മറ്റുള്ള ആരാധനക്കൊന്നും ഇത്ര ഒരു തീവ്രത നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലയിടങ്ങളിൽ പറയുന്നത്, വിശ്വാസിയുടെയും അവിശ്വാസിയുടെയും പ്രകടിത അടയാളം നിസ്കാരമാകുന്നു. നിസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ വിശ്വാസി, അല്ലെങ്കിൽ അവിശ്വാസി. റസൂൽ പലയിടങ്ങളിൽ പറയുന്നുണ്ട്, മൻ സല്ലാ സ്വലാത്തന വസ്തഖ്ബല ഖിബ്ലതന വഅകല ദബീഹതന ഫദലിക്കൽ മുസ്ലിം. ഒരു ഹദീസ് എങ്ങനെയാണ്? ആരാണ് നമ്മുടെ നിസ്കാരം നിർവഹിക്കുന്നത്? നമ്മുടെ നിസ്കാരം എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മളൊക്കെ പരിചയിച്ച് 5 വക്ത് നിസ്കാരം. നമ്മുടെ ഖിബ്ലയിലേക്ക് മുന്നിടുന്നത്, വഅകല ദബീഹതന, നമ്മൾ അറുത്തത് കഴിക്കുന്നത്, ഫദലിക്കൽ മുസ്ലിം, അവനാണ് മുസ്ലിം. കുറേ ഇടങ്ങളിൽ ഈ നിസ്കാരം എന്ന് പറഞ്ഞാൽ ദീനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്തംഭമാണെന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാരെല്ലാവരും നിർദ്ധാരണം ചെയ്യുന്നത് ഇത്തരം ഹദീസുകളുടെ വെളിച്ചത്തിലാണ്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പ്രബോധനാർത്ഥം പറഞ്ഞയക്കുമ്പോൾ, ഇന്നക തഖ്ദുമു അലാ ഖൗമിൻ അഹ്ലൽ കിതാബ്,
താങ്കൾ ചെല്ലണത് വേദക്കാരാകുന്ന ഒരു സമൂഹത്തിലേക്കാണ്. അതുകൊണ്ട് ഫല്യകുൻ അവ്വല മാ തദ്ഊഹും ഇലൈഹി ഇബാദല്ലാഹി അസ്സ വജൽ ഇലൈഹി അല്ലേ, ഇബാദത്തല്ലാഹി അസ്സ വജൽ. താങ്കൾ ആദ്യമായി ക്ഷണിക്കേണ്ടത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന പരമ യാഥാർത്ഥ്യത്തിലേക്കാണ്. വൈദാ അറഫുല്ലാഹ, അവർ അള്ളാഹുവിനെ മനസ്സിലാക്കിയാൽ ഫഅഖ്ബർഹും അന്നല്ലാഹ ഫറള അലൈഹിം ഖംസ സലവാത്ത്. അള്ളാഹുവിനെ അവർ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ആദ്യമായി അവരോട് പറയേണ്ടത് പടച്ച റബ്ബ് നിങ്ങൾക്ക് 5 വഖ്ത് നിസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന കാര്യമാകുന്നു. ഫി യൗമിഹിം വലൈലത്തിഹിം, രാത്രിയും പകലുമായിട്ട് 5 വഖ്ത് നിസ്കാരം. പ്രബോധനത്തിന് പോയിട്ട് മുആദ് ഇബ്നു ജബൽ തങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം അവർക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്തണം. അള്ളാഹുവിനെ അവരറിഞ്ഞോ? ഒന്നാമതായി കൽപ്പിക്കേണ്ടത് 5 വഖ്ത് നിസ്കാരത്തെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെയാണ് പല മഹാന്മാരും ഇതേക്കുറിച്ച് അങ്ങനെ തന്നെ പറഞ്ഞത്. ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, ഇന്ന അഹമ്മ ഉമൂരിക്കും ഇൻദീ അസ്വല. അവിടുന്ന് തൻ്റെ പ്രവിശ്യകളിലേക്കൊക്കെ കത്തെഴുതും. നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിസ്കാരമാണ്. ഫമൻ ഹഫിളഹ ഫഖദ് ഹഫിള ദീനഹു. ആരെങ്കിലും നിസ്കാരത്തിൻ്റെ കാര്യം ശ്രദ്ധിച്ചാൽ അവൻ അവൻ്റെ ദീനിൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവായി. വമൻ ലയ്യഅഹ ഫഹുവ കമാ സിവാഹു അളി അല്ലേ, ലിമാ സിവാഹു അളിയ. ഇതിനെങ്ങാനും അവൻ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഇതല്ലാത്തതിന് അവൻ ധാരാളമായിട്ട് ഉപേക്ഷിക്കും. വലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാ. നിസ്കാരം ഉപേക്ഷിക്കുന്നവന് ദീനിൽ യാതൊരു വിഹിതവുമില്ല. ധാരാളം ഹദീസുകളുണ്ട്, ഒരു പഞ്ഞുമില്ല. പരിശുദ്ധ ഖുർആനിൽ നിരവധിയായ വാക്യങ്ങളുണ്ട്, ഞാൻ ദീർഘമായി ഉദ്ധരിക്കുന്നില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഇസ്ലാമിൻ്റെ അടയാളം പരിശുദ്ധമായ നിസ്കാരമാണ്. അവന് സാക്ഷിത്വത്തിന് അർഹത ലഭിക്കുന്നത് നിസ്കാരം നിർവഹിക്കുമ്പോഴാണ്. നിസ്കാരത്തെ അതിൻ്റെ വഖത്തിനെ തൊട്ട് ബോധപൂർവം തെറ്റിച്ചാൽ പരിശുദ്ധ ഇസ്ലാമിക ഭരണം കൃത്യമായി നിലനിൽക്കുന്നിടത്തുള്ള ശിക്ഷ കൊലയാണ്. അവനെ കൊന്നുകളയണമെന്നാണ് നിയമം. അവനോട് തൗബ ആവശ്യപ്പെടണം, നീ പിന്മാറുന്നു. നിസ്കാരം പിന്നീട് അവൻ നിർവഹിക്കുകയാണോ എങ്കിൽ അവൻ ഏതായാലും തെറ്റ് ചെയ്ത ആളുകളെ പോലെയായി, ആള് തൗബ ചെയ്യുന്നതോടുകൂടെ വിശുദ്ധനായി. നേരെ മറിച്ച് പിന്നെയും അവൻ നിസ്കാരം ഉപേക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചോ, അവനെ കൊന്നുകളയണമെന്നാണ് ഇസ്ലാമിലെ നിയമം. ഇതൊരു ഭീകരത എന്നൊന്നും പറയണ്ട. ഇസ്ലാമിലെ സൊസൈറ്റി, ഇസ്ലാമിക രാഷ്ട്രത്തിൽ ജീവിക്കുമ്പോൾ എന്ത് വേണം എന്നതിനെക്കുറിച്ചുള്ള നിയമത്തിൽ ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പം എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ വന്നത്? അത്രമേൽ ശ്രേഷ്ഠമാണ് പരിശുദ്ധമായ നിസ്കാരം. ഇത് നമ്മൾ ഉമ്മത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കണം. ഹോസ്റ്റലെത്തി കഴിഞ്ഞ നിസ്കാരം വേണ്ട, ഗൾഫിലെത്തി കഴിഞ്ഞ നിസ്കാരം വേണ്ട, സിനിമക്ക് പോവുകയാണെങ്കിൽ 2 വഖത്ത് വേണ്ട, ഷോപ്പിങ്ങിന് പോയാൽ ഏതായാലും അസറും മഗ്രിബൊന്നും വേണ്ട, അത് ഖളാ കിട്ടിയാൽ മതി. ഇത്തിരിയൊക്കെ ഈമാനുള്ളവർ ഖളാ ഒരിക്കലും അതിന് പകരമല്ലെന്ന് പേർത്തും നമ്മുടെ കുടുംബത്തോട് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഒരു മുട്ടുശാന്തി അത്ര തന്നെ. ഖളാ ആക്കിയതിനുള്ള കുറ്റം, ശിക്ഷ ഏറ്റെടുക്കുക തന്നെ വേണ്ടി വരും. എന്തുകൊണ്ടാണ് ഇത്രമേൽ നിസ്കാരത്തിന് ഗൗരവം വരുന്നത്? മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്ത് ടെൻഷൻ ഉണ്ടായാലും അവിടുന്ന് നിസ്കാരത്തിൽ പ്രവേശിക്കും. ദഖല ഫിസ്വലാ. അതോടുകൂടെ അവിടുത്തെ വല്ലാതെ ബാധിച്ച ടെൻഷൻ ഇല്ലാതെയാകും. സഹാബാക്കിറാൻ പീഡിപ്പിക്കപ്പെടുന്നു, നിരവധിയായ വെല്ലുവിളികൾ ഉണ്ടാകുന്നു, പട്ടിണി കിടക്കേണ്ടി വരുന്നു. ഇജാതി ടെൻഷനൊക്കെ വരുമ്പോൾ മഹാനുഭാവൻ നിസ്കാരത്തിലേക്ക് നിൽക്കും. എന്തുകൊണ്ടാണ് അതോടുകൂടെ ടെൻഷൻ മാറുന്നത്? നിസ്കാരം എന്ന് പറഞ്ഞാൽ പടച്ച റബ്ബുമായുള്ള മുനാജാത്താണ്. വിശ്വാസിക്ക് റബ്ബിനോട് ഏറ്റവും അടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. മുനാജാത്താണ് നിസ്കാരം. അള്ളാഹുവിലേക്കുള്ള മടക്കാണ് നിസ്കാരം. പടച്ച റബ്ബിൻ്റെ പൂർണ്ണാതിശായിത്വത്തെ അംഗീകരിക്കുന്നതും അത് വ്യക്തമായി പ്രകടിപ്പിക്കുന്നതുമായ ശ്രേഷ്ഠ കർമ്മമാണ് നിസ്കാരം. നമ്മൾ ആലോചിച്ച് നോക്കുക, ആദ്യം തന്നെ നമ്മൾ അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടാണ് നിസ്കാരത്തിൻ്റെ ആമുഖങ്ങളൊക്കെ ചെയ്യണത്. ബിസ്മില്ലാണ് നമ്മൾ ഒതുടുക്കുക, അഴുതും കൂടെ ചെല്ലും. പിന്നെയുള്ള ദിക്റുകൾ, അതൊക്കെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നതാണ്. അത് കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥന, അത് കഴിഞ്ഞിട്ട് സുന്നത്തായിട്ടുള്ള സൂറത്തുകൾ നിർവഹിക്കൽ, ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വരുന്നു. ആദ്യം ചെയ്യേണ്ടത് വാങ്ക് കൊടുക്കുക എന്നുള്ളതാണ്. വാങ്കിൽ ആവർത്തിച്ച് പറയുന്ന പദം എന്താണ്? അല്ലാഹു അക്ബർ. അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ, അല്ലാഹുവാണ് ഏറ്റവും ശ്രേഷ്ഠൻ. അതിൻ്റെ മറ്റൊരു ഭാഷയാണ് നാം നിസ്സാരരാണ് എന്നുള്ളത്.
നമ്മുടെ മുകളിൽ എല്ലാം കാണുന്ന, കേൾക്കുന്ന, അറിയുന്ന, നിയന്ത്രിക്കുന്ന അവൻ്റെ ഇറാദത്തില്ലാതെ ഒരു ചെറു ചലനം പോലും സാധ്യമല്ലാത്ത സർവശക്തനായ റബ്ബുണ്ട്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരവും ആശ്വാസപൂർണവുമാണ് ഈ ഒരു ആദർശം. അത് നമ്മൾ ആവർത്തിച്ച് പറയുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് വലിയവൻ. കേവലം ഒരു ദിക്റ് ചൊല്ലലായിട്ട് ഇതിനെ മാറ്റരുത്. നിസ്കാരത്തിൽ ഖുശൂ വരാനുള്ള പണ്ഡിതന്മാരുടെ ചില വിശദീകരണങ്ങളിൽ പൂർണ്ണമായ രീതിയിൽ ഒതു കൊടുക്കുക എന്നാണ് ഒന്നാമത് പറയണത്. പൂർണ്ണമായ രീതിയിൽ ഒതു കൊടുക്കുക. അപ്പോഴൊക്കെ റബ്ബിനെ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കും. ദിക്റ് ചൊല്ലി തന്നെ ഒതു കൊടുക്കുക. കഷ്ടിച്ച് നിസ്കാരത്തെ അലരാക്കാൻ വേണ്ടി ഒതു എന്ന കർമ്മത്തെ ഞാൻ നിർവഹിക്കുന്നു എന്നുള്ള നിയത്ത് മാത്രം മതി കഷ്ടിച്ചൊപ്പിച്ച് കിട്ടാൻ. പക്ഷെ തുടക്കം മുതൽ ഒലുവിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്നും പറഞ്ഞ് തുടങ്ങുക. അഊദുബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ഇബ്ലീസിനെ മാറ്റി ഓടിച്ചു നിർത്തുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കരുണാവാരിധിയായ റബ്ബിനെ കുറിച്ച് ഓർക്കുക. എന്നിട്ട് നിസ്കാരത്തിൻ്റെ വളരെ ആവേശകരമായ ഒരു മൂർധന്യതയിലേക്ക് പോകുന്നതിൻ്റെ ആ ഒരു ലക്ഷ്യം മുന്നിൽ വെച്ച് ഒതെടുത്തുകൊണ്ടിരിക്കുക. ഞാൻ നിസ്കാരത്തെ ഹലാലാക്കാനാണ് ഈ ഒതെടുക്കുന്നത്. അങ്ങനെ ഓരോ അവയവം കഴുകുമ്പോഴും പാപം പോവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു നിയത്തോടെ, ഉദ്ദേശത്തോടു കൂടെ നമ്മളങ്ങനെ ഒളുവിനെ നിർവഹിക്കുക. അപ്പോൾ നമ്മുടെ പാപങ്ങളൊക്കെ പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അത് കഴിഞ്ഞ് വരണം. എന്നിട്ട് കേവലം ഒരു ദിക്റ് എന്ന തലത്തിൽ നിന്ന് മാറിയിട്ട് അല്ലാഹു അക്ബർ മനസ്സ് കൊണ്ടിട്ട് പറയാം. അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് സർവശക്തൻ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. എന്ന് വെച്ചാൽ ഞാൻ നിസ്സാരനാണ്, നിന്ദനാണ്. ഞാനൊരു മതം അത്ര കാര്യമല്ല എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന ഒരു സുഹൃത്തിനോട് സംസാരിക്കേണ്ടി വന്നു. PG ഒക്കെ കഴിഞ്ഞ ഏതൊരു മാഷാണ്. സയൻസൊക്കെ പഠിച്ചപ്പോൾ എന്താ സയൻസ് എന്നറിയാതെ, മതം എന്താണെന്ന് അറിയാതെ മൂപ്പരാൾക്ക് തോന്നി മൂപ്പരെന്നെ വലിയ ആള്. അത് ജ്യേഷ്ഠം പിടിച്ചുവിടുന്നായിരുന്നു. കണ്ണൂരിലേക്ക് ഒരു പ്രോഗ്രാമിന് പോയി. ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. തീരെ സമയമല്ലായിരുന്നു. റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ ഉള്ള ആ ഒരു സമയം 1 മണിക്കൂർ ഉപയോഗപ്പെടുത്താൻ നിർത്തിയിട്ട് ആളെ ഒപ്പം കൂട്ടിയതായിരുന്നു. അപ്പോൾ അദ്ദേഹം കാര്യങ്ങളൊക്കെ ഏകദേശം ബോധ്യപ്പെട്ടു വന്നു. അതിനിടക്ക് മൂപ്പർക്ക് ഇങ്ങനെ ഈ ഗ്യാസ് പ്രശ്നം കൊണ്ട് ഛർദ്ദിക്കാൻ വന്നു. ഞാൻ വേഗം വണ്ടി നിർത്താൻ പറഞ്ഞ് അയാളതൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെയും മൂപ്പർക്ക് ഇടക്കിടക്ക് ഇതിങ്ങനെ വരിക. ഞാൻ മൂപ്പരോട് പറഞ്ഞു, ഈ സാധനം പുറത്തേക്ക് വരാൻ സുഗമമായൊരു പാതയുണ്ട്, അതിലൂടെ അല്ലാതെ നമ്മുടെ ശ്വാസനാളത്തിലേക്ക് കയറിയാൽ താങ്കൾ പിന്നെന്താവെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. പിണം, വെറും പിണം. കൂട്ടുകാരൻ്റെ നല്ല ഫ്രഷ് കാറിൽ വാങ്ങിയ ഉടനെ സന്തോഷത്തോടു കൂടെ സഞ്ചരിച്ചതായിരുന്നു 2-3 വർഷം മുന്നേ 4-5 ഡോക്ടർമാർ. അതിലൊരു ദമ്പതിമാരുണ്ട്, ചെറുപ്പക്കാരാ, MBBS-ഉം MD-യും കഴിഞ്ഞവർ. ഭാര്യയും ഭർത്താവുണ്ട് കൂട്ടത്തിൽ. കൂട്ടുകാരൻ പുതിയ കാറ് വാങ്ങിയപ്പോൾ സന്തോഷത്തിന് ട്രിപ്പ് പോവാണ്. അതിനിടയ്ക്ക് ഇദ്ദേഹത്തിന് ഈ ഡോക്ടർക്ക് ഛർദ്ദിക്കാൻ വന്നു. പുതിയ കാറല്ലേ നിർത്തിയിട്ട് അദ്ദേഹം ഛർദ്ദിക്കാതിരിക്കാൻ പൊത്തിപ്പിടിച്ചു. വൈദ്യശാസ്ത്ര വിശ്വഘരനായതുകൊണ്ട് അദ്ദേഹം അത് ചെയ്യരുതായിരുന്നു. ഈ സാധനം പുറത്തു വരുമ്പോൾ ആ പുറത്തു വരുന്ന പാത ബ്ലോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ, വാഴ പൊത്തിപ്പിടിക്കുക എന്ന് പറഞ്ഞാൽ പിന്നീട് അത് എവിടെയൊക്കെ സുഷിരങ്ങളുണ്ടോ അതിലൂടെ കയറുക എന്നുള്ളതാണ് സ്വാഭാവികമായ പരിണിതി. ഇദ്ദേഹത്തിൻ്റെ മൂക്കിലൂടെ അങ്ങോട്ട് കയറിയ ആ സാധനം ആ കാറ് കടന്ന് 4 ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ, അതൊന്ന് തൻ്റെ പ്രിയധർമ്മിണിയുടെ സാന്നിധ്യത്തിൽ ആള് മരിച്ചുപോയി. അദ്ദേഹം മരിച്ചു. ഭാര്യയുണ്ട്, അവരും ഡോക്ടറാണ്. ഫസ്റ്റ് എയ്ഡ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയുന്നവരാ. ആ വണ്ടിയിലുള്ളവർ മൊത്തം ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്, ഡോക്ടർമാരാണ്. പടച്ച റബ്ബിൻ്റെ തീരുമാനം അങ്ങനെയാണെന്ന് വരുമ്പോൾ ചുറ്റുഭാഗം ഡോക്ടർമാരായതുകൊണ്ടും ഇന്ന് ആധുനികമായി ലഭിക്കുന്ന ഏതൊക്കെ ഉപകരണങ്ങളും സംവിധാനങ്ങളും ഉണ്ടോ അതിൻ്റെയൊക്കെ ഇടയിൽ വെച്ചായാൽ പോലും രക്ഷപ്പെടുന്ന ആരും വിചാരിക്കരുത്. നമ്മൾ ഈയിടെ ഒരു കൗതുകരമായ വാർത്ത കേട്ടു. ആക്സിഡന്റ് പറ്റി കിടക്കുന്ന ആളുകളുടെ അടുത്തേക്ക് യാദൃച്ഛികമായി 3 ഡോക്ടർമാർ വരുന്നു. ഒരു ദമ്പതികളും ഒരു സ്വന്തമായിട്ടുള്ള ഒരു ഡോക്ടറും, ഭാര്യയൊന്നും ഇല്ലാത്തൊരു ഡോക്ടറും. അവര് ഈ സ്ട്രോ പൈപ്പൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് റോഡ് സൈഡിൽ വെച്ച് മൊബൈൽ വെളിച്ചത്തിൽ അടിയന്തര സർജറി നടത്തിയത് നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് നല്ല അഭിനന്ദനങ്ങളുണ്ടായി. സത്യമായിട്ടും അഭിനന്ദിക്കണം. മാനവനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഏത് ധർമ്മത്തെയും നമ്മൾ അഭിനന്ദിക്കണം, പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കണം. അവർക്ക് കയ്യിലും ഗ്ലൗസ് ഇടാൻ പോലും പറ്റാതിരിക്കുമ്പോൾ ഡ്രസ്സിൽ ബ്ലഡാക്കണ്ട, മലിനാക്കണ്ട, പോണടത്തേക്ക് പോകാമെന്നും കരുതിയിട്ട് അവർക്ക് എന്താവായിരുന്നു, മാറി നിൽക്കായിരുന്നു.
പക്ഷെ അത് പാടില്ലെന്ന ഒരു മെഡിക്കൽ ധർമ്മശാസ്ത്രത്തിൻ്റെ ഭാഗമായി റോഡ് സൈഡിൽ പോലീസുമാരുടെ സപ്പോർട്ടോടുകൂടെ മൊബൈൽ വെളിച്ചത്തിൽ അവർ സർജറി നടത്തി. അങ്ങനെ ആ ഫസ്റ്റ് എയ്ഡൊക്കെ നേരാവണ്ണം കിട്ടിയപ്പോൾ, പ്രഥമ ശുശ്രൂഷ നേരാവണ്ണം കിട്ടിയപ്പോൾ അവർ രക്ഷപ്പെട്ടു എന്ന് കരുതി നമ്മളൊക്കെ വല്ലാതെ സന്തോഷിച്ചിരുന്നു. മതത്തിനും ജാതിക്കൊന്നും ഇത്തരം സന്തോഷങ്ങളിൽ ഒരു സ്വാധീനമില്ലെന്ന് നമുക്കറിയാം. പാവപ്പെട്ട ഏതോ മനുഷ്യർ അത്രമാത്രം. പക്ഷേ പിന്നീട് ദുഃഖകരമായ വാർത്ത വന്നു, ആ രോഗി മരണപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ സാധാരണഗതിയിൽ പരിശീലനമൊന്നും കിട്ടാത്ത നമ്മളൊക്കെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് വളരെ വലിയ ബുദ്ധിമുട്ടാവും. ഈ നെട്ടലിനൊക്കെ ചെറിയ ഇഞ്ചുറി പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ പാടെ വാരിയെടുത്ത് കൊണ്ടുപോയാൽ ചിലപ്പോൾ അത് കാരണം സുഷുപ്ന നാഡി പൊട്ടും. ഇതങ്ങനല്ല. എല്ലാ അർത്ഥത്തിലും ഉഷാറുള്ള പരിചിതരായ 3 ഡോക്ടർമാർ ഫസ്റ്റ് എയ്ഡ് കൊടുത്തു. പക്ഷെ പടച്ച റബ്ബിൻ്റെ തീരുമാനം ആളങ്ങോട്ട് കൊണ്ടുപോകണമെന്നായിരുന്നു. ഞാൻ ഈ അള്ളാഹ് നിശ്ചയിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തിനോട് പറഞ്ഞു, ഇടാ മോനെ, ഈ കയറുന്നത് പുറത്തു വരാതെ മറ്റൊരു താരത്തിലൂടെ നിന്റെ തലച്ചോറിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പിന്നെ നിന്റെ പേര് പിണം എന്നായിരിക്കും. എന്നോട് പറഞ്ഞു അത് ശരി തന്നെയാണെന്ന് പറഞ്ഞു. പിന്നെ ആരെയും നിഷേധിക്കണമെന്ന് ചോദിച്ചു. ഞാൻ ഏത് റബ്ബിനെയാണ് നീ നിഷേധിക്കുന്നത്? നിനക്കതിൽ എന്താ അധികാരമുണ്ട്? മൂക്കിലേക്ക് കയറരുത്, വായിലൂടെ നേരാവണ്ണം പുറത്തു വരണം തീരുമാനിക്കാൻ നിനക്ക് എന്താ അധികാരമുണ്ട്? ഒരധികാരമില്ല. ഈ ഒരു നൂലുമ്മക്കളിയാണ് ജീവിതം. ഈ ഒരു സങ്കീർണമായ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആടിക്കളിയുടെ പേരാണ് ജീവിതം. പിന്നെ എങ്ങനെ ഇനി റബ്ബിനെ നിഷേധിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു. ഇതൊക്കെ കഴിഞ്ഞു നീ പറയണത് പോലെ അള്ളാഹുല്ല, സ്വർഗമല്ല, നരകമല്ല, ഖബറില്ല, ഖബറിൽ ചോദ്യമല്ല, എല്ലാവരും മണ്ണായി പോകും. എന്നാൽ മുസ്ലിമായി ജീവിച്ചാൽ നിനക്ക് എന്ത് നഷ്ടം വരും എന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞവൻ. നേരെ മറിച്ച് അള്ളാഹു പറഞ്ഞതുപോലെ സംഭവിക്കുമ്പോൾ, ഖബറിൽ മുൻകർ നക്കീർ വരുമ്പോൾ, ആദ്യമായി നിസ്കാരത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ, നിനക്ക് പ്രവാചകൻ്റെ ദർശനം എത്തിയിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. നമ്മളാലോചിച്ച് നോക്ക്, ഇത്രയല്ലേ നമ്മുടെ കാര്യമുള്ളൂ. വിശ്വാസി പറയണത് പോലെ സംഭവിക്കണില്ലെങ്കിൽ എല്ലാവരും മണ്ണാകണത് പോലെ നമുക്കൊക്കെ മണ്ണാവാന്ന്. നേരെ മറിച്ച് കൃത്യമായി അത് സംഭവിക്കുമ്പോൾ വെറുതെ ഒരു രസത്തിന് റബ്ബിനെ നിഷേധിച്ച് നടക്കുന്ന ചെറുപ്പക്കാരെ, യുവതികളെ വളരെ ആർദ്രമായി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഹൃദയത്തിൻ്റെ ഭാഷയിലൊന്ന് ആലോചിക്കുക. അവിടെ വെച്ച് പരിശുദ്ധ ഇസ്ലാം പറയുന്നത് പോലെ സംഭവിക്കുമ്പോൾ, ചോദ്യം ഉണ്ടാവുമ്പോൾ, ഖബറുണ്ടാവുമ്പോൾ, നരകമുണ്ടാവുമ്പോൾ നകളിപ്പും കാട്ടി നിഷേധിച്ച് നടന്നവർക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറയുന്നു, നിങ്ങളിപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് ഇബ്രാഹിം ബാക്കവി ഉസ്താദിനായിരിക്കുന്നു, രണ്ടാമത് കാണുന്നത് ഖലീൽ തങ്ങൾ പാപ്പാനായിരിക്കും, മൂന്നാമത് കാണുന്നത് നിങ്ങൾ ഇവിടുത്തെ വഴുതലിൻ്റെ മാനേജർ സുൽഫിഖർ സക്കാഫിനായിരിക്കും. ഇങ്ങനെ ഞാൻ 10 ആളുടെ ലിസ്റ്റ് പറയുന്നു. നിങ്ങൾ ഇറങ്ങുന്ന സമയത്തുണ്ട് ഇതേ കൃത്യമായി അങ്ങനെ 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 സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെങ്ങനെ യാദൃച്ഛികാവുക? നിങ്ങൾ അപ്പുറത്ത് കൂടി ഇറങ്ങി അങ്ങനെ പോയപ്പോണ്ട് അവിടെ ഇബ്രാഹിം ബാക്കവി ഉസ്താദ് നിൽക്കണം. കുറച്ചപ്പുറത്ത് എത്തിയപ്പോണ്ട് കാറിൽ ഖലീൽ തങ്ങളാപ്പ വരുന്നു. പിന്നീട് നിങ്ങൾ ചാടിക്കാൻ നേരത്ത് കയറിയപ്പോണ്ട് അവിടെ ഉണ്ട് സുൽഫിഖർ സക്കാഫി വരുന്നു. ആ തർത്തീബിൽ ഞാൻ പറഞ്ഞ 10 പേരെ നിങ്ങൾ കാണുന്നു. ഇതെങ്ങനെ യാദൃച്ഛികമായിട്ട് സംഭവിക്കുക? എനിക്കതേക്കുറിച്ച് ബോധമുണ്ടെന്നും ധാരണ ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അതങ്ങനെ തന്നെ വന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നിരക്ഷരനാവുന്ന മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തേക്ക് കടന്നു വന്നു. അവിടുന്ന് ഖുർആൻ വഴിയും ഹദീസ് വഴിയും നിരവധിയായ ഭാവി കാര്യങ്ങൾ പ്രവചിച്ചു. അതെല്ലാം കൃത്യമായി അങ്ങനെ സംഭവിച്ചു എന്ന് വന്നാൽ, റോമിൻ്റെ വിജയം മുതൽ, പേർഷ്യയെ കീഴടക്കുന്നത് മുതൽ, ഇസ്ലാമിൻ്റെ അതിവാപനത്വം മുതൽ, സ്വന്തം ആളായി അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ഖദീജ ബീവിയും അലിയാർ തങ്ങളും മാത്രം ഉണ്ടാകുന്ന ഘട്ടത്തിലാണ് മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഇസ്ലാം ലോകത്തിൻ്റെ അഷ്ടദിക്കിലും വ്യാപിച്ചു വരുമെന്ന് പറയുന്നത്. എങ്ങനെ അതിന് ധൈര്യം വരിക? എങ്ങനെയാണ് അതിന് ധൈര്യം വരുന്നത്? അതങ്ങനെ തന്നെ സംഭവിക്കുന്നു. പിന്നീട് അവിടുന്ന് പറഞ്ഞ ഓരോ കാര്യവും കൃത്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വ്യഭിചാരം വർദ്ധിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു, അങ്ങനെ തന്നെ സംഭവിച്ചു. കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു, അത് അങ്ങനെ തന്നെ നടന്നു. വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാകുന്നതിനെ കുറിച്ച് പറഞ്ഞു. മരുഭൂമിയിൽ
ഈ പുഷ്കലതയുടെ വസന്തം വിരിയുന്നതിനെ കുറിച്ച് പറഞ്ഞു. അതങ്ങനെ തന്നെ സംഭവിച്ചു. പോന്ന് ഏറ്റവും ലാസ്റ്റ് ഈത്തപ്പനയുടെ ഉണങ്ങിയ പട്ടകൾ സൈഡിൽ അതിർത്തി നിശ്ചയിച്ച, മുകളിൽ റൂഫായിട്ട് ചെറിയൊരു ഷീറ്റ് പോലും ഇടാത്ത, കാർപ്പറ്റോ മാർബിളോ പതിക്കാതെ മണൽ മാത്രം നിരത്തി വച്ച മസ്ജിദുൻ നബവിയിൽ വെച്ച് ഷഫീഉൽ വറ മുഹമ്മദുർ റസൂൽ പ്രഖ്യാപിച്ചു, ദജ്ജാൽ വരും അവസാന കാലത്ത്. ജബൽ ഖുബൈസ് മലയുടെ മുകളിൽ കയറിയിട്ട് ചോദിക്കും, ആ വെള്ളക്കൊട്ടാരം ആരുടേതാണ്? എൻ്റെ ഈ മസ്ജിദിനെ കുറിച്ച് ആ വെള്ളക്കൊട്ടാരം ആരുടേതാണെന്ന് ദജ്ജാൽ ചോദിക്കുമെന്ന് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് പറയണ്. ആലോചിച്ച് നോക്കുങ്ങൾ. അന്ന് അവിടുന്ന് പറയുമ്പോഴുള്ള പശ്ചാത്തലം ഞാൻ ആദ്യം പറഞ്ഞേ. എന്നിട്ട് ഇന്ന് ദജ്ജാൽ വന്നാലും ഇബ്ലീസ് വന്നാലും ആരുടേതാ വെള്ളക്കൊട്ടാരം ചോദിക്കാൻ പറ്റും വിധം മദീന മുനവ്വറയും മസ്ജിദുൻ നബവിയും തിളങ്ങി വിളങ്ങി അങ്ങ് അകലേന്ന് കാണാൻ പറ്റും വിധം വലിയ കൊട്ടാരമായി നിലനിൽക്കുന്നു. ഇതെങ്ങനെ കൃത്യമായിട്ട് സംഭവിക്കുക? നിരക്ഷരനാണ്, ഒരു പുസ്തകം വായിച്ചിട്ടില്ല, ഒരക്ഷരം എഴുതിയിട്ടില്ല. സൂറത്തുൽ അൻകബൂത്തിന്റെ 48-ാമത്തെ വാക്യം, മാ കുൻത തത്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബ് വലാ തഖുത്തുഹു ബിയമീനിക ഇദൽ അർതാബൽ മുബത്തിലൂൻ. അങ്ങ് ഇതിന്റെ മുമ്പിൽ ഒരു പുസ്തകവും വായിച്ചില്ല, ഇതിന്റെ മുമ്പ് ഒരക്ഷരം എഴുതിയിട്ടില്ല. അങ്ങനത്തെ റസൂൽ തങ്ങൾക്ക് എങ്ങനെയാണ് നൂറുകണക്കിന് കാര്യങ്ങൾ ഇவ்விதം പ്രവചിക്കാൻ പറ്റുന്നത്? അന്തം വിടണ്ട. ആദിഹി സുറാത്തി മുസ്തഖീമ, ഇതാണ് സുതാര്യമായ വിജയത്തിന്റെ മാർഗം. വമയ്യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ, ഈ ആദർശമല്ലാതെ മറ്റൊന്നിനെ ജീവിത പദ്ധതിയായി സ്വീകരിച്ചാൽ ഫലൻ യുഖ്ബല മിൻഹു, അത് പരലോകത്ത് അസ്വീകാര്യമാകുന്നു. നിസ്കാരം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആദർശമായി മാറുന്നത് അതുകൊണ്ടാണ്. അള്ളാഹു ആകുന്ന ബോധത്തിലേക്ക് നമ്മൾ ഉയരുന്നു. എന്നിട്ട് തക്ബീർ കെട്ടി ഒന്നാമത് തന്നെ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താണ്? അല്ലാഹു അക്ബർ, അള്ളാഹു വലിയവനാണ് എന്നുള്ള പ്രഖ്യാപനം. എന്നുവെച്ചാൽ ഞാൻ നിസ്സാരനാണ് എന്ന്. മൂക്കിലേക്ക് കയറിക്കഴിഞ്ഞ അവശിഷ്ടം പുറത്തിറക്കാൻ കഴിയാതെ മരണത്തെ ദയനീയമായി സ്വീകരിക്കേണ്ടി വരുന്ന വളരെ ദുർബലനാണ് എന്നർത്ഥം. ഉള്ളിലേക്ക് വലിച്ചെടുത്ത ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡായി പുറത്തു വരാൻ 1-2 മിനിറ്റ് എടുക്കും. ആ മിനിറ്റിൽ ആ ഒരു ക്രിയ സംഭവിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ പിണം. പിന്നെ വാപ്പാന്ന് പറഞ്ഞാൽ വാപ്പാന്റെ മയ്യത്ത് എന്ന് പരാമർശിക്കപ്പെടും. കയറി നമ്മൾ ആദ്യമായി ചെയ്യുന്നത് അല്ലാഹു അക്ബർ കഴിഞ്ഞിട്ട് വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാത്, ഈ ബ്രഹ്മാണ്ടങ്ങളെ പടച്ച റബ്ബിനു മുന്നിൽ ഞാൻ സർവം സമർപ്പിക്കുന്നു, അവനിലേക്ക് ഞാൻ സമ്പൂർണമായി മടങ്ങാൻ ശ്രമിക്കുന്നു. ഇന്ന സ്വലാത്തി, എൻ്റെ നിസ്കാരം, വനുസുക്കി, മറ്റാരാധനകൾ, വമഹ്യായി വമമാത്, എൻ്റെ ജീവിതം മരണം എല്ലാം 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 ലില്ലാഹി റബ്ബിൽ ആലമീൻ, പ്രപഞ്ചത്തിൻ്റെ സംരക്ഷകനാം റബ്ബിനുള്ളതാകുന്നു. എല്ലാം അവനിലേക്കട് മടങ്ങും, ലയിച്ച് മണ്ണിലങ്ങട് ചേരും നമ്മൾ. അതുകൊണ്ടാ സൂറത്തു താഹയുടെ 55-ാമത്തെ വചനത്തിൽ മിൻഹാ ഖലഖ്നാകും, ഈ മണ്ണിൽ നിന്ന് നിങ്ങളെ പടച്ചു, വഫീഹാ നുഈദുക്കും, അതിലേക്ക് മടങ്ങും. അതിലേക്ക് മടങ്ങും എന്ന് പറഞ്ഞാൽ ഖബറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കയറിപ്പോരുന്നത് മാത്രല്ല, 100% മണ്ണായി മാറും. പടച്ച റബ്ബ് പ്രത്യേകമായ ഇനായത്ത് കൊടുത്ത പ്രവാചകന്മാരും വലിയ വലിയ ഔലിയാക്കളും പണ്ഡിതന്മാരുടെയും ശരീരം ഒഴിച്ചാൽ പ്രവാചകന്മാരുടെ ശരീരം തീരെ മണ്ണ് തിന്നില്ല. മുത്തറസൂലിന്റെ പ്രഖ്യാപനമാണ്. വലിയ വലിയ മഹാന്മാർ പലരുടെയും ശരീരഭാഗങ്ങൾ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഖബർ മാറ്റേണ്ടിയൊക്കെ വന്നപ്പോൾ അങ്ങനെ തന്നെ കടന്നത് നമ്മുടെ മുമ്പിൽ അനുഭവമുണ്ട്. സയ്യിദുനാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുറേ കാലം കഴിഞ്ഞിട്ട് ഖബർ റൗളയുടെ പുനർനിർമ്മാണ സമയത്ത് കണ്ടതും സഹബാക്കളുടെ ആ ശ്രേഷ്ഠത അന്നുള്ള സമൂഹമൊക്കെ വല്ലാതെയായി ഉൾക്കൊണ്ടതും ചരിത്രമുണ്ട്. വേറെ കുറേ മഹാന്മാരുടേതും. അത്തരം ചില സ്പെഷ്യൽ ആളുകളെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ളവരൊക്കെ ഘട്ടം ഘട്ടമായിട്ട് മണ്ണിൽ ലയിച്ച് 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 തരും. നമ്മുടെ ശരീരത്തിലുള്ളതിനേക്കാൾ 3 വസ്തുക്കൾ മണ്ണിൽ കൂടുതലുണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ കണ്ടന്റും മണ്ണിൽ അങ്ങനെ ഉണ്ട്. ഏകദേശം അതിൻ്റെ അതിൻ്റെ ആ ഒരു
ഗ്രാഫ് പോലും തുല്യാണ്. നമ്മുടെ ഭൂമിയിൽ 70% വെള്ളം, നമ്മുടെ ശരീരത്തിൽ 70% വെള്ളം. നമ്മുടെ ഭൂമിയിൽ പാറയിൽ പോലും വെള്ളം. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ഹാർഡായ എല്ലിൻ്റെയും 20% വെള്ളം. തുല്യം. മിൻഹാ ഖലഖ്നാക്കും, മണ്ണെന്നാ പടച്ചേ. ഇത്തിരി മണ്ണും ഇത്തിരി മനുഷ്യന്റെ ശരീരഭാഗവും കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ചെയ്യുക. സമാസമം മിൻഹാ ഖലഖ്നാക്കും. പിന്നെ ഞാൻ പറഞ്ഞു 3 മൂലകങ്ങൾ മണ്ണിൽ കൂടുതലുണ്ട്. അങ്ങോട്ട് ലയിച്ചു ചേരും. ഒരു കഷ്ണം ബാക്കിയില്ലാതെ മൊത്തം മണ്ണായി മാറും. ഇതാണ് നമ്മുടെ നെകളിപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാകുന്ന ഈ ശരീരത്തിൻ്റെ പിൽക്കാല അവസ്ഥ. തേച്ചു മിനുക്കിക്കൊണ്ടിരിക്കണം. പുറത്തിറങ്ങുമ്പോൾ സർവരും ആകർഷിക്കപ്പെടും വിധത്തിൽ പൈൻ്റ് അടിച്ചുകൊണ്ടിരിക്കണം. കുണുങ്ങി കുണുങ്ങി നടക്കണം. ആണും പെണ്ണും. കൺമഷി എഴുതുന്ന ആണുങ്ങളെ കുറിച്ച് ഈയിടെ ഒരു പോലീസ് ഓഫീസറുടെ പ്രസംഗം കേട്ടു. എന്തിനാ കൺമഷി എഴുതുന്നത്? മയക്കുമരുന്ന് അടിച്ചു കയറ്റിയത് അറിയാതിരിക്കാന്നാണ് അദ്ദേഹം പറയണത്. കുണുങ്ങി കുണുങ്ങി ഇങ്ങനെ നടക്കുക, ആണും പെണ്ണും. എന്താണ് ആവേണ്ടതെന്ന് ബോധമല്ലാതെ. ഇന്ന സ്വലാത്തി, എൻ്റെ നിസ്കാരം, വനുസുക്കി വമഹയായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു എന്ന് തുടങ്ങിയിട്ട് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ മഹത്വങ്ങളുടെ പ്രഖ്യാപനം. എന്നിട്ട് ഫാത്തിഹ സൂറത്ത്. ഫാത്തിഹയുടെ ആദ്യത്തെ 3-4 വാക്യങ്ങളിൽ അള്ളാഹുവിനെ വിദൂരത്ത് വെച്ച് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുവഴി നമ്മളും അള്ളാഹുവും തമ്മിൽ അടുപ്പം കൂടി വന്ന് റബ്ബ് നമ്മുടെ ഹൃദയത്തെ സ്വാധീനിച്ച് റബ്ബിൽ നമ്മുടെ ചിന്ത മൊത്തം വിലയം പ്രാപിച്ച് പിന്നെ നമ്മൾ തമ്മിൽ ഭേദമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഇയ്യാക നഅ്ബുദു, നിന്നെ എന്നുള്ള ശൈലിയിലേക്ക് ഫാത്തിഹ മാറുന്നു. അതുവരെ അവൻ എന്നാണ്. പിന്നീട് ഇയ്യാക, നീ എന്നുള്ള തലത്തിലേക്ക് എത്തുന്നു. അവസാനം നമ്മൾ ഒന്ന് എന്നുള്ളൊരു തലത്തിലേക്ക് പോകുന്നുണ്ട് സൂഫിയാക്കളൊക്കെ. അള്ളാഹുവും അവരും ഈ ശാരീരികമായി ഒന്നാണെന്നല്ല പറയണത്, അത്രമേൽ ബന്ധം കൂടിയെന്ന്. അതുകൊണ്ടാണ് ഹല്ലാജ് മാഫി ജുബ്ബത്തി ഇല്ലല്ലാ എന്ന് പറയണത്. ഈ ജുബ്ബൻ്റെ ഉള്ളിൽ അല്ലാതെ മറ്റൊന്നുമില്ല. മീൻസ് അള്ളാഹുവോട് അടുത്തടുത്ത് വന്ന് വേറൊന്നും കാണാൻ പറ്റാത്ത തലത്തിലേക്ക് ആത്മീയമായി അവർ ഉയരുക. വേറൊന്നും പിന്നെ കാണൂല. അനശ്വര പ്രേമ നായകൻ ഇംറുൽ ഖൈസ് പട്ടിയുടെ പിന്നാലെ ഓടുന്നത് ചരിത്രത്തിലുണ്ട്. അപ്പുറത്ത് ജമാഅത്ത് നടക്കുകയാണ്. ആളതൊന്നും ശ്രദ്ധിക്കാതെ പട്ടിയുടെ പിന്നാലെ പോവുക. ജമാഅത്തൊക്കെ കഴിഞ്ഞ ആൾ വരുമ്പോൾ മൂപ്പര് പട്ടിനൊക്കെ പിടിച്ച സായുജ്യത്തിൽ ഇങ്ങനെ മടങ്ങി വരുന്നുണ്ട്. ഇവിടെ പള്ളിയിൽ ജമാഅത്ത് നടക്കുന്ന സമയത്ത് പട്ടിൻ്റെ പിന്നാലെ നടക്കടാന്നും പറഞ്ഞ് നിസ്കാരത്തിന് വന്ന കുറേ ആളുകൾ അദ്ദേഹത്തോട് കയർത്തപ്പോൾ ആള് പറഞ്ഞു, ഇവിടെ പള്ളി ഉണ്ടായിരുന്നോ, നിങ്ങളൊക്കെ നിസ്കരിക്കായിരുന്നോ, ജമാഅത്ത് നടക്കുന്നുണ്ടായിരുന്നോ? അതേ, ഞാനതൊന്നും കണ്ടില്ല. കാരണം ഞാൻ ശ്രദ്ധിച്ചത് പട്ടിയെ മാത്രമായിരുന്നു. ആ പട്ടി സാധാരണ പട്ടിയല്ല, എൻ്റെ സഖി, എൻ്റെ പ്രാണസഖി ലൈലയുടെ വീട്ടിലൂടെ പറമ്പിലൂടെ ഓടിയ പട്ടിയാണ്. അങ്ങനെ ചില്ലറ പട്ടിയല്ല അത്. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ പിന്നാലെ പോയത്. ഞാനതിനെ സൂക്ഷ്മമായി ശ്രദ്ധിച്ചപ്പോൾ ബാക്കിയുള്ളതൊന്നും ഞാൻ കണ്ടില്ല. നിങ്ങളൊന്നും നിസ്കരിക്കേണ്ട കാര്യം, ഞാൻ പട്ടിൻ്റെ പിന്നാലെ പോകേണ്ടതാണ് നിങ്ങൾ നോക്കണത്. നിസ്കരിക്കുക, അതിൻ്റെ ഇടയിൽ ആരൊക്കെ പട്ടിൻ്റെ പിന്നാലെ പോകണു, ആരൊക്കെ പശുവിൻ്റെ പിന്നാലെ പോകണു, ഇതാണ് നിങ്ങളെ പരിപാടി. അത് ശരിയാവില്ല എന്നാണ് മൂപ്പരാൾ പറഞ്ഞു കൊടുക്കുന്നത്. ആള് ഭ്രാന്തനാണെങ്കിലും പറഞ്ഞത് ശരിയാണ്. റബ്ബിൽ സമ്പൂർണമായി വിലയം പ്രാപിച്ച് പിന്നെ സ്വാഭാവികമായി നമ്മൾ ഈ നെഞ്ചുയർത്തിയുള്ള നൃത്തം എന്നൊക്കെ പറഞ്ഞ അഹങ്കാരത്തിൻ്റെ ഒരു സിമ്പലാണ്. ഒരു റക്കയത്തിൽ ഒരു വട്ടാണ് നിൽക്കേണ്ടത്. പക്ഷേ പതിയെ അവനെ കുനിക്കും ദീന്, നിസ്കാരം. അങ്ങനെ അവൻ റുക്കുവിലേക്ക് പോകും. പടച്ചോനെ, ഭയങ്കര തകളിപ്പുള്ള ആരുടെ മുമ്പിൽ നെഞ്ചു വിരിച്ച് നിൽക്കണം, ഞാൻ കുനിഞ്ഞിരിക്കണം. അവിടെ നിൽക്കണുണ്ടോ? ഇല്ല. നമ്മളെ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന നമ്മുടെ മുഖം നിലത്ത് കൊണ്ടുപോയി വെക്കണം. ഒരു മുടി പോലും തടസ്സം ചെയ്യാൻ പാടില്ല. ഒരു മുടി പോലും. നമ്മൾ ചുമന്നുകൊണ്ടിരിക്കുന്ന ഒരു നൂല് തടസ്സം ചെയ്യാൻ പാടില്ല. പച്ചയ്ക്ക് വെക്കണം. അത് ചിലപ്പോൾ ഏതോ നമ്മുടെ നാട്ടിലെ സാധാരണ പണി ചെയ്ത് ജീവിക്കുന്ന അഷ്ടിക്ക് വകയില്ലാത്തൊരു മഹാദരിദ്രനായ തീരെ സൗന്ദര്യമില്ലാത്ത വിരൂപനായ ഒരാളുടെ കാലിൻ്റെ ചോട്ടിലായിരിക്കും. ഈ വെക്കുന്നതോ ആ നാട്ടിലെ ഏറ്റവും സമ്പന്നനും ഏറ്റവും
ഏറ്റവും നല്ല വിജ്ഞനും ഏറ്റവും നല്ല സുന്ദരനൊക്കെ അയാളായിരിക്കും. ഇവിടെ ഒരു മാറ്റമില്ല. സൗദി ഭരിക്കുന്ന രാജാവ് വരുമ്പോൾ ഏതോ ഒരു നീഗ്രയാകുന്ന ആഫ്രിക്കക്കാരൻ്റെ കാലിൻ്റെ ചോട്ടിൽ ആളുടെ തല കൊണ്ടുപോയി വയ്ക്കും, മണ്ണിനോടടുക്കും, റബ്ബിലേക്ക് അടുക്കും. അഖ്റബുമായി കൂനുൽ അബ്ദു, അടിമ ഏറ്റവും കൂടുതൽ റബ്ബിലേക്ക് അടുക്കുന്നത് വഹുവ സാജിദ്, സുജൂദ് ചെയ്യുമ്പോഴാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സുജൂദ് നമ്മളുടെ എണീക്കും. അങ്ങനെ പോരല്ലോ, ഒന്നും കൂടി കൊടുക്കുന്നതാണ്. പിന്നെ ഒന്നും കൂടി നമ്മൾ മണ്ണിലേക്ക് തന്നെ വീഴും. അങ്ങനെ നകളിപ്പിൽ നടക്കുന്ന ആളെ പതിയെ പതിയെ പിടിച്ച് മണ്ണിനോടൊട്ടിച്ച് മൂപ്പരുടെ നിസ്സാരത, നിന്ദ്യത, അപൂർണത കൃത്യമായി ബോധ്യപ്പെടുത്തുന്നു പരിശുദ്ധമാം നിസ്കാരം. അതുകൊണ്ടാണ് ഷുഐബ് നബിയുടെ അടുത്ത് ചെന്നിട്ട് സമൂഹം ചോദിച്ചത്, ഈ നിസ്കാരമാണ് ഞങ്ങളിതുവരെ ആരാധിച്ചു വന്ന പ്രതിഷ്ഠകളെയും ബിംബങ്ങളെയും ഒക്കെ ഉപേക്ഷിക്കണമെന്ന് താങ്കളോട് കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, താങ്കളെ വിശുദ്ധനാക്കുന്നത് ഈ നിസ്കാരാണോ എന്ന്. സക്കാത്തിന് ഇങ്ങനത്തെ ഒരു സംഗതി പറയാൻ പറ്റൂല നമുക്ക്. പിന്നെ സൂക്ഷ്മത കൃത്യമായി വേണം. പിന്നെ പല നിബന്ധനകളും പാലിക്കണം. ആടാൻ പറ്റൂല. ചിലവരൊക്കെ ഇങ്ങനെ റേഡിയോയിൽ ഓതുന്ന മാതിരിയോ ഓത് മുസ്തഖീം എന്നൊക്കെ പറഞ്ഞിട്ട് ആടാൻ പറ്റൂല. നിങ്ങളൊരു പട്ടാളാണെന്ന് സങ്കല്പിക്കുക, മാർച്ച് പാസം പങ്കെടുക്കണം, ഈ പരിപാടി കഴിഞ്ഞിട്ട് പോയാൽ മതി കുന്നിൻ്റെ മുകൾക്ക്. അപ്പോൾ അവരിങ്ങനെ ലെഫ്റ്റ് റൈറ്റ് ഇതിങ്ങനെ പറഞ്ഞ് നടക്കുന്ന സമയത്ത് ഒരുത്ത് ഇങ്ങനെ ആട്ടിയാലോ പരിപാടി. ഒരാൾ അതിങ്ങനെ ലയിച്ച് ചേർന്നിട്ട് ഇങ്ങനെ അറ്റൻഷൻ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ആട്ടിയാലോ. ഗെറ്റ് ഔട്ട് അടിക്കുക, വല്ല മോരുമുള്ള കച്ചവടം തുടങ്ങാം, പട്ടാളപ്പണി കഴിയും. ഇത് റബ്ബിന്റെ മുമ്പിൽ പട്ടാളച്ചിട്ടയിലല്ല, അതിലേറെ സൂക്ഷ്മമാവണം. അതുകൊണ്ടല്ല അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മേൽ അമ്പയെ തറച്ചിട്ട് അത് പറിച്ചെടുക്കാൻ വേണ്ടി നിസ്കാരത്തെ സഹാബാ കിറാം ആശ്രയിച്ചത്. ആള് നിസ്കരിക്കുമ്പോൾ വലിച്ചൂരാന്ന് അറിയില്ല, അതാ വിഷയം. അനസ്തേഷ്യനേക്കാളൊക്കെ പവറുണ്ട് നിസ്കാരത്തിന്. റബ്ബിൽ വിലയം പ്രാപിക്കുക, ഇതാണ് നിസ്കാരം, ഇതാവണം നിസ്കാരം. അങ്ങനെ വരുമ്പോൾ നിസ്കാരത്തിനോട് വലിയ ഇഷ്ടം ഉണ്ടാവും. പൂതിരൂല നിക്കരിച്ച് വലിയ പള്ളിയിൽ തഹജ്ജുദ് നിസ്കരിച്ച് അങ്ങേ തലക്കുന്ന ഇങ്ങേ തല വരെ നിസ്കരിച്ചെത്തുന്ന മഹാന്മാരൊക്കെ ഉണ്ട്. ഞാൻ പേര് പറയണില്ലേ. അങ്ങേ തലക്കുന്ന ഇങ്ങേ തല വരെ നിസ്കരിക്കുക. അങ്ങനെ ഒരു നിസ്കാരം കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് മാറിക്കുക. അപ്പം ഇങ്ങനെ നിസ്കരിച്ച് 2 റക്അത്ത് കഴിഞ്ഞാൽ പിന്നെ തൊട്ടപ്പുറത്ത് 2 റക്അത്ത്, അങ്ങനെ പോകുന്നു ഇങ്ങേ തലത്ത്. അപ്പോഴേക്ക് ഏകദേശം പിന്നെ 2 ദിവസം ഓതാൻ സമയം ഉണ്ടാവുള്ളൂ. പിന്നെ സുബഹി കൊടുക്കും. നല്ല ഉറങ്ങിയോ സുഖമായിട്ട്, ഖബറിൽ സന്തോഷമായിട്ട് ഉറങ്ങണ്ടേ. പുതുമണവാളൻ തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ, ഏറ്റവും വലിയ സന്തോഷമൊക്കെ ആസ്വദിച്ചതിന് ശേഷം ഒരു വിശ്രാന്തിയിൽ ഒരു ഉറക്കുണ്ട്. അങ്ങനെ ഉറങ്ങുന്നതാണ് നല്ല മുഅ്മിനീങ്ങളോട് ഖബറിലെത്തുമ്പോൾ മാലാഖമാർ പറയാം. എത്ര വർഷത്തെ കാത്തിരിപ്പായിരിക്കും ഒരു പെണ്ണിനോടൊപ്പം സംസർഗം എന്നുള്ളത്. അത് സായുജ്യമാകുന്നു ഹലാലായ രീതിയിൽ. ആ സംതൃപ്തിയിലുള്ളൊരു നല്ല വിശ്രാന്തി ഉണ്ട്. ആളയിലാണ്ട് ഉറങ്ങിപ്പോകുമല്ലോ. അറൂസ് ഉറങ്ങണത് പോലെ ഉറങ്ങിക്കോന്ന ഖബറിൽ പറയാം. ഇവിടെ നല്ല സുഖമായിട്ട് AC ഇട്ടിട്ട് റജബിലും ഷഅബാനിലും ഒക്കെ ഒറ്റ രാവിൽ പോലും, വ്യാഴാഴ്ചയും തിങ്കളാഴ്ച പോലത്തെ രാവിൽ പോലും മുക്കറിട്ട് കൂർക്കം വലിച്ചുറങ്ങിയോ. ചിലപ്പോൾ ഖബറിൽ ഉറക്കം സാധ്യമാവില്ല. പടച്ച റബ്ബ് നമ്മളെ കാക്കട്ടെ. അപ്പൊ നിസ്കാരം എത്രമേൽ വർദ്ധിപ്പിക്കുന്നോ അതോട് സ്വർഗം നമ്മളോട് അടുത്ത് വരും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മാന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വളരെ ആദരവോടുകൂടെ സ്നേഹത്തോടുകൂടെ ഒരു സഹാബി വരും തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ വെള്ളമായിട്ട് കാത്തുനിന്നു. തണുപ്പുള്ള രാത്രിയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാതിൽ തുറന്ന് വരുമ്പോൾ ഉണ്ട് വെള്ളം പിടിച്ച് നിൽക്കുന്നത്. അപ്പം അങ്ങ് ബുദ്ധിമുട്ടരുത്, വെള്ളം കിട്ടണം എന്ന് കരുതി, പെട്ടെന്ന് തന്നെ വെള്ളം കിട്ടട്ടെ കരുതി ഞാൻ കാത്തിരുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അദ്ദേഹം പറയുന്നു. റസൂൽ വല്ലാത്ത സന്തോഷത്തിലായി. ഇത്രമേൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ശിഷ്യർ, സഖാക്കൾ. ഈ ഒരു പ്രത്യേകമായ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഒരു ഓഫർ കൊടുത്തു. സൽനി യാ റബീഅത്ത് ബിൻ ഖഅബ്, എന്നോട് ചോദിക്കൂ എന്താ വേണ്ടത് എന്ന്. നല്ല ബുദ്ധിമാൻ. മക്കളെ കല്യാണം പറഞ്ഞില്ലേ, 1,00,000 രൂപ ഒരു പവന്, അതുകൊണ്ട് 10 പവന് 10 ലക്ഷം വേണമെന്ന് പറഞ്ഞില്ല. ഒന്നും ഭൗതികമായി അന്വേഷിച്ചില്ല. ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞു. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിൽ അങ്ങയുടെ കൂട്ടുകാരനാകണം.
സ്വർഗത്തിൽ ഏതെങ്കിലും മൂലയിൽ പോയ പോരാ, അങ്ങയുടെ കൂട്ടുകാരനാവണം. വല്ലാത്തൊരു ചോദ്യം, ചോദിക്കാൻ ഒരു ബുദ്ധിമാന് സാധിക്കുന്ന ഏറ്റവും തീവ്രമായ ചോദ്യം. മുത്തറസൂൽ ചോദ്യം ഒന്ന് മാറ്റാൻ ശ്രമിച്ചു. അവഗൈറ ദാലിക യാ റബിയ, അതല്ലാത്ത മറ്റെന്തെങ്കിലും ചോദിക്കാവോ? യാ റസൂലല്ലാഹ്, അതേ ചോദിക്കൂ. കാര്യം ഞാൻ ചോദിക്കാനുള്ള ചാൻസ് കരുതി വന്നതല്ലല്ലോ, ഖിദ്മത്ത് ചെയ്യാൻ വന്നതാ. അപ്പൊ നിങ്ങളല്ല ചോദിക്കാൻ പറഞ്ഞത്. എവിടെ പിടിക്കണം എന്ന് കൃത്യമായിട്ട് അറിയായിരുന്നു, എങ്ങനെ പിടിച്ചാൽ കിട്ടും എന്ന് അറിയായിരുന്നു. റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു അതന്നെ മതി എന്ന് പറഞ്ഞു. മുത്തറസൂൽ ഏറ്റെടുത്തു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമായ നിമിഷം, റബിയയുടെ ജീവിതത്തിലെ ഏറ്റവും ആഹ്ലാദകരമായ നിമിഷം റസൂൽ ഏറ്റെടുത്തു. അതേ സ്വർഗത്തിൽ എൻ്റെ കൂട്ടുകാരനാക്കാം. അവിടുന്ന് ഒരു കണ്ടീഷൻ പറഞ്ഞു, മോനെ സുജൂദ് വർദ്ധിപ്പിച്ച് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ എന്ന്. സുജൂദ് വർദ്ധിപ്പിച്ച് എന്നെ ഒന്ന് സഹായിക്കണം. സുജൂദ് എന്ന് പറഞ്ഞ സാധനം അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഇബാദത്തല്ല, എന്തെങ്കിലും ഒരു സബബിലേ ചെയ്യാൻ പറ്റുള്ളൂ. തിലാവത്തിന്റെ സുജൂദുണ്ട്, ശുക്റിന്റെ സുജൂദുണ്ട്, അതൊക്കെ പ്രധാനപ്പെട്ട ഇബാദത്തുകളാണ്. അല്ലെങ്കിൽ സുജൂദ് വർദ്ധിപ്പിക്കൽ എങ്ങനെ? നിസ്കാരം സുന്നത്ത് വർദ്ധിപ്പിച്ച്, തഹജ്ജുദ് വർദ്ധിപ്പിച്ച്, ളുഹ വർദ്ധിപ്പിച്ച്, ഇശാ മഗ്‌രിബിനിടയിലുള്ള സ്വലാത്തുൽ അവ്വാബിൻ വർദ്ധിപ്പിച്ച്. ഇവിടെ ചെങ്ങാനി ഭാഗത്ത് എനിക്കൊരു പ്രസംഗം ഉണ്ടായി. ഞാൻ മഗ്‌രിബിൻ്റെ ജമാഅത്തിനോട് എത്താൻ പറ്റിയില്ല. റയീസുൽ ഉലമ ഉസ്താദിൻ്റെ വീട്ടിലായിരുന്നു ഭക്ഷണം, അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ ആ പള്ളിയിലേക്ക് ഇങ്ങനെ വണ്ടി നിർത്തിയപ്പോൾ ഉസ്താദ് നിസ്കരിക്കുന്നു. ഉസ്താദിനും എന്തോന്ന് വണ്ടി വൈകിട്ടോ മറ്റോ ജമാഅത്ത് കിട്ടിയില്ല, ഉസ്താദ് നിസ്കരിക്കാമെന്ന് ഞാൻ സന്തോഷിച്ചു. പോയി തുടരാലോ എന്ന് കരുതിയിട്ട്, സാധാരണ രീതിയിൽ ഉസ്താദിൻ്റെ ജമാഅത്തിൽ നമുക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടാവില്ലല്ലോ, തുടരാലോ എന്ന് കരുതി ഞാൻ ചെന്നു. ഞാൻ ഓടി കയറി ചെന്നപ്പോണ്ട് ഖാദിമ് ഖുർആൻ ഓതുന്നു. സ്വാഭാവികമായിട്ടും ഉസ്താദ് നിസ്കരിക്കുകയാണെങ്കിൽ മൂപ്പരാൾ ഒപ്പം ഉണ്ടാവേണ്ടതല്ല. ഞാൻ ചോദിച്ചത് എന്തേ നിങ്ങൾ നിസ്കരിക്കാത്ത? ഉസ്താദ് എന്താ നിസ്കരിക്കണത്? മൂപ്പരിനോട് പറഞ്ഞു, മഗ്‌രിബ് അല്ല തുടരേണ്ട, ഉസ്താദ് സ്വലാത്തുൽ അവ്വാബി നിസ്കരിക്കുകയാണ്. എല്ലാ ദിവസവും ഫുള്ള് സ്വലാത്തുൽ അവ്വാബി നിസ്കരിക്കണ പ്രസിഡന്റിൻ്റെ അനുയായികളാണ് നമ്മളെന്ന് മാത്രം മനസ്സിലാക്കുക. നമ്മളത്ര ഒന്നുമല്ല, ആരോഗ്യപരമായി അവരൊക്കെ വിശ്രമിക്കേണ്ടത്, അതും കൂടി മനസ്സിലാക്കുക. ഇതുവരെ റമദാനിലെങ്കിലും ആര് നിസ്കാരം നിർവഹിച്ചിട്ടുണ്ടോ എന്ന് വെറുതെ ഒന്ന് ആലോചിക്കുകയും ചെയ്യുക. നിസ്കാരം അള്ളാഹുവിലേക്കുള്ള മിറാജാണ്. നമ്മൾ അള്ളാഹുവിലേക്ക് എത്തിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമാം കർമ്മമാണ്. അത് വർദ്ധിപ്പിച്ച് റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു അൻഹുവിന് മുത്തറസൂൽ വാഗ്ദാനം ചെയ്തതുപോലെ സ്വർഗം നേടാൻ നമുക്ക് ആവണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. നിസ്കാരം യഥാവിധി നിർവഹിച്ച് അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് എത്താൻ പടച്ച റബ്ബ് നമുക്കും ബന്ധുമിത്രാദികൾക്കും സ്നേഹജനങ്ങൾക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബനാ അത്തിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.